ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ അച്ചാമ്മ മീൻ വെട്ടുകയാണ്. ആഗോലയാണ് പിന്നെ നിൽക്കുന്നത്. നമുക്ക് ഇത് വെച്ചൊരു സ്പെഷ്യൽ മീൻ വറുത്ത ഉണ്ടാക്കാം. അതിനായിട്ടാണ് അച്ചാമ്മ ഇപ്പോൾ മീൻ വെട്ടാണ് കേട്ടോ. ഇതാണ് ആഗോലി. അച്ചാമ്മ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഒരു ആഗോലി വെട്ടുന്നതാണ് കാണുന്നത്. കൊതുകും കടിയൊക്കെ കൊണ്ടാണ് ഗൈസ് നിൽക്കുന്നത്. അച്ചാമ്മ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് അച്ചാമ്മ എല്ലാം അത് വെട്ടി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇതിനെടുക്കും. അപ്പൊ ഗൈസ് ഇതിൽ കുറച്ച് ഞാനും കൂടെ ഉണ്ടായിരുന്നു. അച്ചാമ്മ പിച്ചി കണ്ടിച്ചതാണ്. വലിയ സാധനമാണ്. അതെ, അത് വെട്ടുന്നത് കാണിച്ചു. അതിന്റെ കണ്ണൊക്കെ കണ്ടത് മനസ്സിലായി അത്ര വലുതാണെന്ന്. എന്നിട്ട് അച്ചാമ്മ പൊളിച്ചത് സെറ്റാക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് അച്ചാമ്മ അത് കഴുകി ഫ്രഷ് ആക്കാണ്. കൂടെ ഉപ്പിട്ടുന്ന കഴിവാണ്. നന്നായിട്ട് കഴിവാണ്. അപ്പൊ അച്ചാമ്മ ഫ്രഷ് ആയിട്ട് അത് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പൊ സെറ്റായി അത് അച്ചാമ്മ പൈപ്പിലെ വെള്ളത്തിലോട്ട് കഴുകുവാണ്. നല്ല കഴുകി ഫ്രഷ് ആക്കി വൃത്തിയാക്കി എടുക്കുവാണ്. അപ്പൊ ഗൈസ് അത് വൃത്തിയാക്കി എടുക്കും. അച്ചാമ്മ നല്ല വൃത്തിയാക്കി എടുക്കുവാണ്. കഴുകി വൃത്തിയാക്കി എടുക്കുവാണ്. ഗ്യാസ് അതിനൊക്കെ ചെത്തി മിനുക്കി സെറ്റാക്കി എടുക്കുവാണ് അച്ചാമ്മ. എന്നിട്ട് അതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയും വയ്ക്കുന്നുണ്ട്. നാളത്തേക്ക് വേണ്ടിയാണ് അത് സെറ്റാക്കി വെക്കുന്നത്. ഇതെങ്ങനെ അച്ചാമ്മ കറി വയ്ക്കുന്നതാണ്. ഗൈസ് 2 എണ്ണം കറി വെക്കാനും അച്ചാമ്മ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകി 2 എണ്ണം നമ്മുടെ സ്പെഷ്യൽ ഐറ്റത്തിന്. അപ്പോൾ നമുക്ക് അതൊക്കെ പെട്ടെന്ന് കാണാം. അച്ചാമ്മ അടുത്ത വെള്ളത്തിലും കൂടി ഇട്ടാൽ കഴുകി ഫ്രഷാക്കി എടുക്കുകയാണ്. അതും കഴുകാണ്. ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇച്ചിരി ലാഗൊക്കെ വരും. പെട്ടെന്നാട്ടെ. അമ്മ എന്തൊക്കെ ആയിട്ടാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റത്തിന് വേണ്ടി എടുക്കുന്നത്? സ്പെഷ്യൽ പേരൊന്നും ഇല്ല, എനിക്കറിയത്തില്ല. ഞാനങ്ങ് ചെയ്യാന്നേ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ ചെടുത്തേക്കുന്നത് വെളുത്തുള്ളി, തക്കാളി, സവാള, കറിവേപ്പില. ഇതിനെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിക്കകത്തിട്ടൊന്ന് ചതച്ചെടുത്ത് അത് പേസ്റ്റ് രൂപത്തിലാക്കണ്ട. അതിനെക്കാട്ടി ഇച്ചിരി കൂടെ നല്ല രീതിയിൽ ആക്കിയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് 2 ഉണക്കമുളക് എടുത്ത് എണ്ണയിലൊന്ന് ചൂടാക്കി അതൊന്ന് ചെറിയതായിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. നമ്മളൊക്കെ എടുത്ത തക്കാളി, സവാള എല്ലാം കൂടെ പേസ്റ്റാക്കിയതാണ്. അതിനകത്ത് നമ്മൾ ചെറുതായിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് ഗ്യാസ് കത്തിച്ച് നമുക്കത് വേവിക്കാം. ഗൈസ് നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായതുകൊണ്ട് നമ്മളിതിപ്പോൾ പാം ഓയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. വെള്ളോടുകൊണ്ട് കുട്ടികളുണ്ട് കുറച്ച് വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ടു. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച സവാളയും തക്കാളിയും പേസ്റ്റ് ഇടുകയാണ്. ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇടുകയാണ്. നമ്മൾ ചതച്ച സാധനം നമ്മളിതിനകത്ത് ആഡ് ചെയ്യുകയാണ്. 2 മുളക് എടുത്തിട്ടുള്ളൂ. പേസ്റ്റ് എന്തായി തീരുമെന്ന് അറിയില്ല. പരീക്ഷണം. അതിലേക്ക് നമ്മൾ ഒരു കറിവേപ്പിലയും ഇട്ട് അല്പം ഉപ്പിടുന്നുണ്ട്. വെന്തിരിക്കട്ടെ.
ചെയ്തെടുക്കാൻ വേണ്ടി. നന്നായി ഇളക്കുക. ഗ്രേവിയൊക്കെ എടുത്ത് ഇളക്കുക. നമുക്ക് ഇതിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അടിപൊളി വേണം, സൂപ്പർ വേണം. നല്ല ഗ്രേവിയുടെ ഒക്കെ നല്ല സൂപ്പർ വേണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ചീറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. ആ തിളച്ച ഗ്രേവി കിടന്നുകൊണ്ട് അത് വേഗം നല്ല വേഗം സെറ്റാവുകയാണ്. നല്ല മണം, നല്ല കിടുക്കം മണം. ആ ഒരു ടൊമാറ്റോ സോസിന് സ്മെല്ലാണ് വരുന്നത്. നല്ല കിടിലൻ മണമാണ് വരുന്നത്. വീണ്ടും നമുക്കൊന്ന് അടച്ചു വെക്കുകയാണ്. നോക്കാം എന്തായതെന്നും അറിയത്തില്ല. കുഴപ്പമില്ല, നല്ല ഫ്ലേവർ മണമൊക്കെ വരുന്നുണ്ട്. നോക്കാം. ഗ്രേവിയൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട്. ഗ്രേവിയൊക്കെ സെറ്റായിട്ടുണ്ട്. ചെറിയ ഗ്രേവി വേണമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ സൂപ്പറാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. പിന്നെ നോക്കില്ലേ നമുക്കറിയാൻ പറ്റുന്നു. ഒന്നും അടച്ചു വെച്ച് ഒന്നും കൂടെ ചെറിയ ഗ്രേവി. തക്കാളിയും സവാളയൊക്കെ കൊണ്ട് നമ്മൾ ഈ മീനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന് നല്ല പീസ് തന്നെ എടുക്കാം. ഭയങ്കര ഗ്രേവി ആയിട്ട് മിക്സ് ഇട്ട് അടിക്കണേ. കൊള്ളാം, നല്ല ഇഷ്ടമുണ്ട്. അപ്പം നമ്മുടെ ക്യാമറമാൻ കല്ലുവാണ്. കല്ല് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. എനിക്ക് ഇതിന്റെ പേരറിയത്തില്ല കേട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. തക്കാളി സവാള എല്ലാവരും അടിച്ചു. ഗ്രേവിയൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് അവിടെ സംസാരിക്കുന്നത് എനിക്ക് ഗ്രേവിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. ഐറ്റമാണ്. എൻ്റെ ഗ്രേവിക്കാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഇപ്പം കല്ല് കൊണ്ട് കഴിക്കാൻ കലുസ കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? പിള്ളേര് പറയുന്നത് കൊള്ളാന്ന്. കൊള്ളായിരിക്കും അല്ലേ? താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.